1965-60 കാലഘട്ടത്തിൽ നടന്ന ഒരു കഥയാണ്, ഒരു നർമ്മ കഥയാണ്. അവറാൻ്റെ കോഴി കഥയുടെ പേര്. ഇത് എഴുതിയത് സുൽഫത്ത് ബഷീറാണ്. അവറാൻ കട്ടിലിൽ ഇരുന്നുകൊണ്ട് അവറാൻ്റെ ഭാര്യ ബീബാത്തുവിനെ വിളിക്കുന്നതാണ്. ബീബാത്തു, 3-4 കോഴി വസന്ത വന്ന് ചത്തുപോയി. ഇനി ഈ ഒരു കോഴി മാത്രമേ ഉള്ളൂ. ഇതിനെ അറുത്ത് കറി വെക്കും. അത് കഴിച്ചില്ലെങ്കിലും പറയാലോ. ബീബാത്തു, നിങ്ങളെ മനസ്സിലിരിക്കട്ടെ, നിങ്ങളെ പൂതി എനിക്ക് മനസ്സിലായി. അത് മുട്ടയിടണ കോഴിയാണ്, അതിനിപ്പോൾ കറി വെക്കാനൊന്നും പറ്റൊന്നുമില്ല എന്ന് പറഞ്ഞു ബീബാത്തു അടുക്കളയിലേക്ക് പോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ബീബാത്തു അവറാനെ വിളിച്ച് പറയുന്നത്, നമ്മളെ കോഴിനെ കാണുന്നില്ല കേട്ടോ. കോഴി എല്ലാ ഭാഗത്തും ഞാൻ നോക്കി, എവിടെയും കണ്ടില്ല. അവറാൻ ചോദിച്ചു, എല്ലായിടത്തും നോക്കിയ? ഞാൻ എല്ലായിടത്തും നോക്കി, കോഴിനെ കാണുന്നില്ല. അവറാനിക്കാണ്. അത് കേട്ട് അവറാൻ പള്ളിയിലേക്ക് പോയി. പള്ളിയിൽ പോയി നമസ്കരിക്കുന്ന സമയത്ത് അവിടെ പരിചയമില്ലാത്ത ഒരു മുഖം പള്ളിയിൽ കാണുന്നത്. അതൊരു പരിചയമില്ല. അങ്ങനെ അങ്ങേരോട് ചോദിക്കുന്നതാണ്, നമ്മൾ ആരാണ്? ആ സമയത്ത് പറഞ്ഞു, എൻ്റെ പേര് മൂസ എന്നാണ്, ഞാൻ ഇന്ന സ്ഥലത്താണ് താമസിക്കുന്നത് എന്ന്. അത് എൻ്റെ വീടിൻ്റെ അടുത്താണല്ലോ. അങ്ങനെ ചന്തയിൽ വെച്ചു, ചായക്കടയിൽ വെച്ചു, പള്ളിയിൽ വെച്ചിട്ട് മൂസനായിട്ട് കണ്ട്, മൂസനായിട്ട് ലോകിയായി, പരിചയമായി. മൂസ പല പ്രാവശ്യവും അവറാനെ വീട്ടിലേക്ക് ക്ഷണിക്കാറുണ്ട്. പക്ഷേ അവറാൻ പോകാറുണ്ടായിരുന്നില്ല. ഒരു ദിവസം അവറാൻ വീട്ടിലിരിക്കുമ്പോൾ കോഴി കറി വെച്ച നല്ല മണം വരുന്നു. മസാലൻ്റെ ഒക്കെ ആ മണം ഇങ്ങനെ മൂക്കിലേക്ക് അടിച്ച് കയറുന്നത്. അവറാന് എവിടെ നിന്നാണ് ഈ മണം വരുന്നത് എന്ന് നോക്കിയപ്പോൾ മൂസൻ്റെ വീട്ടിൽ നിന്നാണ് ആ കോഴിക്കറിയുടെ മണം വരുന്നത്. അപ്പോൾ അവറാൻ്റെ മനസ്സിൽ പല പ്രാവശ്യങ്ങളിലായി മൂസ എന്നെ വിളിക്കണം. ഇന്ന് വരെയും മൂസൻ്റെ വീട്ടിലൊന്നും പോയിട്ടില്ല. ഇത് തന്നെ ഒരു തക്കം എന്ന് ആലോചിച്ചുകൊണ്ട് അവറാൻ മൂസൻ്റെ വീട്ടിലേക്ക് ചെന്നു. ഇവിടെ ആരുമില്ലേ? വിളി കേട്ട് മൂസ വന്നു നോക്കി. അവറാനാണ്. അവറാനെ കണ്ടപ്പോൾ തന്നെ മൂസൻ്റെ മുഖത്ത് ഒരു സന്തോഷം വിരിഞ്ഞു. മൂസ അവറാനെ വിളിച്ച് വീട്ടിൽ കയറ്റിയിരിച്ചു. മൂസയുടെ ഭാര്യയായ ഫാത്തിമാനെ വിളിക്കുന്നത്. ഫാത്തിമ, ഇതാരാണ് വന്നിരിക്കുന്നത് ചോദിച്ചു. ഫാത്തിമ അടുക്കളയിൽ നിന്ന് വന്നു നോക്കിയപ്പോൾ അവറാനാണ്. അവറാനോട് ഒരു ചിരി ഇരിച്ച്, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം എന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് പോയി ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കലക്കി അവറാനിക്ക് കൊടുക്കുന്നു. അപ്പോൾ അവറാൻ്റെ മനസ്സിൽ ഇതോടുകൂടി തീർന്ന് നാരങ്ങ വെള്ളത്തോടുകൂടി അവസാനിക്കും എന്ന് മനസ്സിൽ ചെറുതായിട്ട് തോന്നിയെങ്കിലും അവറാനത് കുടിച്ചു കഴിഞ്ഞതിന് ശേഷം മൂസനോട് പറഞ്ഞു, മൂസേ, ഇനി ഞാൻ പോട്ടെ. മൂസ പറഞ്ഞ്, നീ ഇനി എവിടെ പോകണം? ഉച്ചയ്ക്ക് ചോറ് നിന്നിട്ട് പോയാൽ മതി. ബീബാത്തു എന്നെ കാത്തിരിക്കും. ഞാനും ബീബാത്തും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത്. അത് സാരമില്ല, ഇന്നൊരു പ്രാവശ്യം ഇവിടുന്ന് കഴിച്ചത് വിചാരിച്ച് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അങ്ങനെ അവറാൻ അവിടെ നിന്ന് കോഴിയിറച്ചി കൂട്ടി ഭിക്ഷമായിട്ട് ഭക്ഷണം കഴിച്ച് കൈ കഴുകാൻ നേരത്ത് കൈ കഴുകുമ്പോൾ തെങ്ങിൻ ചോട്ടിലേക്ക് ഒന്ന് കണ്ണോടിച്ചു. ആ തെങ്ങിൻ ചോട്ടിൽ കോഴിൻ്റെ പൂട കാണുന്നതാണ്. അപ്പോൾ അവറാന്, എടാ, ഇത് നമ്മളെ കളവുപോയ കോഴിയാണല്ലോ എന്ന് സംശയിച്ച് മാത്രമല്ല അവറാൻ ഉടനെ മൂസനെ വിളിക്കുന്നു. മൂസേ, ഇത് എൻ്റെ കോഴിയാണല്ലോ, എൻ്റെ കോഴിയുടെ അറുത്ത് നീ എനിക്ക് തന്നെ
കറി വെച്ച് തന്നല്ലേ. ഇത് കേട്ട മാത്രമേ മൂസ ഇങ്ങനെ അന്താളിച്ച് നിന്നിട്ട് അവറാനോട് പറയുള്ളൂ, അവറാനെ നീ എന്ത് വർത്താനോട് ഈ പറയണേ? ഇത് എൻ്റെ മോള് എനിക്ക് കൊണ്ടുവന്ന കോഴിയാണ്. ഫാത്തിമ ഫാത്തിമ ഇത് കണ്ട് അവറാൻ പറയണത് നീ ഒന്ന് കേട്ടെ. അവറാൻ ഫാത്തിമ വന്ന്, അവറാനിക്കാ ഇത് എൻ്റെ മകള് കൊണ്ടുവന്ന കോഴിയാണ്. നമ്മൾ ഇസ്ലാം ഉടപ്പുറപ്പില്ല, അന്യൻ്റെ മുതൽ നമ്മൾ തിന്നും എന്ന് ഫാത്തിമ പറഞ്ഞു. പക്ഷേ മൂസക്കത് അവറാനിക്കത് വിശ്വാസമായിട്ട് തോന്നിയില്ല. അവറാൻ നേരെ അവറാൻ്റെ വീട്ടിലേക്ക് പോയി ബീവാത്തുവിനെ വിളിക്കണേ. ബീവാത്തു ഈ സംഗതി അറിഞ്ഞ മൂസ കറി വെച്ച് എനിക്ക് തന്ന കോഴി, നമ്മളെ കളവ് പോയില്ലേ, ആ കോഴിനെ കറി വെച്ചാണ് നമുക്ക് മൂസ തന്നത്. ഇത് കേട്ട മാത്രമേ ബീവാത്തു പറഞ്ഞു, നിങ്ങളെന്ത് വർത്താനമെന്ന് പറയണേ? അവരൊരു ഇസ്ലാമാണ്, അന്യൻ്റെ മുതൽ അവർ ഭക്ഷിക്കൂ. നിങ്ങൾക്ക് തോന്നിയതാണ്, കോഴിൻ്റെ ഒക്കെ ഒരു നിറം തന്നെയാണ്, കോഴിക്ക് പല നിറങ്ങളൊന്നുമില്ല എന്ന് ബീവാത്തു അവറാനോട് പറയുന്നത്. ഇത് സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ്, സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദേവസി, തൊട്ടപ്പുറം താമസിക്കുന്ന ദേവസി ഒരു കോഴിനെ പിടിച്ചുകൊണ്ട് വരുന്നത്. അവറാനിക്ക ഈ കോഴി നിങ്ങളതാണ്. നോക്കിയപ്പോൾ അവരെ കോഴിയാണ്, അവറാൻ്റെ കോഴിയാണ്. അതേ, 2 ദിവസം എൻ്റെ വീട്ടിൽ വന്ന് അവിടുത്തെ ചെടിച്ചട്ടിയൊക്കെ പൊളിച്ച് ചെടിയൊക്കെ മാന്തി കളഞ്ഞ് അതിനൊരു പരിഹാരം ഉണ്ടാക്കിയാൽ ഇത് നിങ്ങൾക്ക് ഞാൻ തിരിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ദേവസി വീട്ടിലേക്ക് പോയി. ഈ സമയത്ത് ബീവാത്തു അവറാൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഇങ്ങനത്തെ മനുഷ്യനാണ്, വേഗം ചെന്ന് മൂസക്കാരോട് തെറ്റു പറ. അങ്ങനെ അവറാൻ അവിടെ നിന്ന് നേരെ തല കുമ്പിട്ടുകൊണ്ട് തന്നെ മൂസൻ്റെ അടുത്ത് ചെന്ന് വിവരം പറഞ്ഞു. ഉടൻ തന്നെ മൂസ, അവറാൻ ഇത് ഞാൻ പുറക്കൂല, നീ അത്രയധികം വർത്തമാനം പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുന്നത് കേട്ടുകൊണ്ടാണ് ഫാത്തിമാൻ്റെ അടുക്കളയിൽ നിന്നുള്ള വരവ്. ഫാത്തിമ മൂസക്കാനോട് പറഞ്ഞു, നമ്മൾക്ക് ഇസ്ലാം ഉടപ്പുറപ്പല്ലേ, നിങ്ങൾ പുറത്തു കൊടുക്കുക അവറാനിക്കാക്ക് എന്ന് പറഞ്ഞ മാത്രയിൽ മൂസയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. അവറാൻ്റെ ചുണ്ടിൽ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് പൊരുത്തപ്പെടിപ്പിച്ച് ഈ കഥ ഇവിടെ കൊണ്ട് അവസാനിച്ചു.